ഗോവിന്ദചാമിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ദൃശ്യങ്ങളിൽ. തത്സമയ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഗോവിന്ദചാമിയെ പുറത്തിറക്കിയിരിക്കുന്നു. വാഹനത്തിൽ കയറ്റി ഇനി വിയ്യൂരിലേക്ക് കൊണ്ടുപോകുന്നു. പ്രത്യേക ഏകാന്ത തടവുകാരനായി ഇനി വിയ്യൂരിലായിരിക്കും ഗോവിന്ദചാമി ഉണ്ടാവുക. അതീവ സുരക്ഷയിൽ പാർപ്പിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്നലെ ജയിൽ ചാടി പിടിയിലായ ഗോവിന്ദചാമിയെ ഇതാ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച് അതിനുശേഷം അവിടെ നിന്ന് പുറത്തേക്കിറക്കി വിയ്യൂരിലേക്ക് കൊണ്ടുപോകുന്നു. വാഹനം അവിടെ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിൽ നമുക്കത് കാണാം. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലിയ അകമ്പടിയോടെയാണ് ഗോവിന്ദചാമിയെ പുറത്തിറക്കി വിയ്യൂരിലേക്ക് കൊണ്ടുപോയത്. ഫെലിക്സ് ഉണ്ട് വിശദവിവരങ്ങളുമായി. ഫെലിക്സ്, അങ്ങനെ ഗോവിന്ദചാമിയെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോയല്ലേ? വലിയ സുരക്ഷാ വലയം തന്നെയുണ്ട്, നമുക്ക് കാണാം. വിവിധ ഉദ്യോഗസ്ഥരും പോലീസും ജയിലധികൃതരും ഒക്കെ ഉണ്ട് കൂടെ. തീർച്ചയായിട്ടും വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഗോവിന്ദചാമി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, നേരത്തെ തന്നെ ഇങ്ങനെ സ്ഥിരം കുറ്റവാളിയായ ഒരാൾ ജയിൽ ചാടാനുള്ള സാധ്യത പോലും മുൻകൂട്ടി കാണാൻ നമ്മുടെ ജയിൽ വകുപ്പിന് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ഒരു വഴി കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തയ്യാറെടുപ്പുകൾ, പ്ലാനിങ്ങുകൾ ഗോവിന്ദചാമിയുടെ ഭാഗത്തു നിന്ന് നടന്നത്. ഏതായാലും ഇവിടെ നിന്നും ഇപ്പോൾ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് ഗോവിന്ദചാമിയെ കൊണ്ടുപോകുന്നത്. അതിനുള്ള സുരക്ഷ നമുക്കറിയാം, പ്രത്യേക വാഹനം തയ്യാറാക്കി ആ വാഹനത്തിനുള്ളിലാണ് ഗോവിന്ദചാമി ഉള്ളത്. ഒപ്പം തന്നെ ഗോവിന്ദചാമിക്കൊപ്പം പോലീസ് സേനയുണ്ട്. അതായത് ഒരു വാൻ നിറയെ പോലീസുകാരുണ്ട്. അത്രയും സുരക്ഷയാണ് ഗോവിന്ദചാമിക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഗോവിന്ദചാമിയെ വിയ്യൂരിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പാർപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഗോവിന്ദചാമി ഒരു സ്ഥിരം ഒരു കുറ്റവാളി എന്ന നിലയ്ക്ക് അയാളുടെ ഭാഗത്തു നിന്നും ഇനിയും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഇനിയും ഇയാളെ നിരീക്ഷിക്കാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമിയെ വിയ്യൂരിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ആ ജയിൽ മാറ്റം ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇനിയൊരു 3-4 മണിക്കൂർ കൊണ്ട് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദചാമി എത്തും.